ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന എന്നത്തെ വീഡിയോ എന്നായിരിക്കും നിങ്ങളെല്ലാവരും ആലോചിക്കുന്നത് അല്ലേ. ഇത് ന്യൂ ഇയറിൻ്റെ അന്നത്തെ ഈവനിങ്ങിലെ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്യാനും വോയിസ് ചെയ്യാനും ഒന്നിനും എൻ്റെ പൊന്നുമക്കളെ സമയം കിട്ടിയില്ല. ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ആക്കുന്നത്. ഞങ്ങൾ പോകുന്ന വഴിയിൽ കിച്ചുവിന് സ്ട്രോബെറി കഴിക്കണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്രൂട്ട്സ് കടയിൽ കയറി കുറച്ച് സ്ട്രോബെറി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെട്രോ പോകുന്നതുകൊണ്ട് ചെറിയ കുട്ടികളെ പോലെ ഇപ്പോഴും ഞാൻ മെട്രോ കണ്ടാലും അതുപോലെ തന്നെ ഫ്ലൈറ്റ് താഴ്ന്ന കണ്ടാലും ഞാൻ വീഡിയോസ് എടുക്കാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സ്വഭാവം ഉണ്ടോ? എനിക്കുണ്ട് ആ സ്വഭാവം കേട്ടോ. എന്നെ അതിന് മിക്കായും മക്കളും എല്ലാം കളിയാക്കും. ഇപ്പോഴും നിൻ്റെ വിചാരം നീ ചെറിയ കുട്ടിയാണെന്നാ ഈ ഫ്ലൈറ്റ് താഴ്ന്നൊക്കെ വീഡിയോ എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കും. അങ്ങനെ പോകുന്ന വഴിക്ക് മക്കൾക്ക് ഫുഡൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ കയറി പോവുകയാണ്. അങ്ങനെ പോയി ഓർഡറൊക്കെ കൊടുത്തതിന് ശേഷം ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞല്ലേ നമുക്ക് ഫുഡൊക്കെ വരത്തുള്ളൂ. ആ സമയത്ത് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുത്ത് തകർക്കുമല്ലേ. ഞാൻ കിട്ടിയ അവസരം ഞാൻ മുതലെടുത്ത് കേട്ടോ. അങ്ങനെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു ചേട്ടനാണെങ്കിൽ ബലൂണൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. ന്യൂ ഇയർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഫംഗ്ഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ വീഡിയോസ് എടുക്കുന്നതാണ്. അവിടെ ഇരുന്ന ചേട്ടന്മാരൊക്കെ എന്നെ നോക്കുകയാണ് കേട്ടോ. പക്ഷേ ഞാനിതൊന്നും മൈൻഡ് ആക്കത്തില്ല. ഞാൻ വീഡിയോസ് എടുത്ത് തകർക്കും. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ എത്തിയല്ലേ. ഫുഡ് കണ്ടപ്പോഴത്തേക്കിന് എല്ലാവരും പെട്ടെന്ന് ഫുഡിലോട്ട് കണ്ണ് അട്രാക്റ്റ് ആയി കേട്ടോ. അങ്ങനെ റീൽസൊക്കെ വിട്ടു. പിന്നെ കഴിക്കുന്നതിലുള്ള തിരക്കായി. എൻ്റെ പൊന്നുമക്കളെ ഞങ്ങളങ്ങനെ മന്തിയും ഞാനും ചില്ലി ചിക്കനും ബട്ടർ ചിക്കനും അങ്ങനെ കുറേ നഗറ്റ്സും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ വയറിനകത്താക്കി കേട്ടോ. എൻ്റെ പ്ലേറ്റിൽ ഞാൻ എന്തൊക്കെ എടുത്തിട്ടില്ലെന്ന് കാണിച്ചിട്ട് ഞാൻ മന്തിയാണ് എടുത്തത്. അതിൻ്റെ കൂടെ പിന്നെ ഞാനും ബട്ടർ ചിക്കനും ചില്ലി ചിക്കനും എല്ലാം കൂടെ എടുത്ത് തട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ വയറ്റിനകത്താക്കി മൊത്തത്തിൽ ഞാൻ കാലിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കിടക്കുന്നു പിന്നെയും മെട്രോ കണ്ടപ്പോൾ ഞാനാരാ വിടുവോ, ഞാൻ പിന്നെയും വീഡിയോ എടുത്തു. ചോദിച്ചു നിനക്ക് വട്ടാണോ എന്ന്. ഞാൻ ചിരിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് ഫിനിസ് മാളിലോട്ടാണ് കേട്ടോ. അവിടെ പോയി ഒരു മൂവി കാണാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ തന്നെ സമയം രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയപ്പോഴത്തേന് എന്ത് ചെയ്യും, ചെറിയ കുട്ടികൾക്കുള്ള ടിക്കറ്റ് കിട്ടത്തില്ല. പിന്നെ അവിടെ നിന്ന് പണി വാളി ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ കുറേ അവിടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതെല്ലാം എൻ്റെ ക്യാമറയിൽ പകർത്തിയെടുത്തു കേട്ടോ. നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി ഞങ്ങൾ നേരെ എങ്ങോട്ട് വന്നെന്നറിയാമോ, മെറീന മാളിലോട്ട് വന്നു. അപ്പോൾ അവിടെ ആകുമ്പം മക്കൾക്കുള്ള നല്ല അടിപൊളി ഒരു മൂവി ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന 3D മൂവിയാണ്. ഞങ്ങൾ ഓർത്തത് കാണാമെന്ന്. മോഹൻലാലിൻ്റെ ആണ്. അങ്ങനെ അവിടെ ഞങ്ങൾക്ക് കണ്ണാടിയൊക്കെ തന്നു. ഞങ്ങളെല്ലാം കണ്ണാടിയൊക്കെ വാങ്ങിച്ച് 3D ഫിലിം കാണാൻ വേണ്ടി അകത്തോട്ട് കയറി. ഞങ്ങളെക്കാട്ടിലും കൂടുതൽ സന്തോഷം ആർക്കാണെന്നറിയോ, ഞങ്ങളുടെ മക്കൾക്കാണ്. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ 3D ഫിലിമൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങൾ കയറുന്നതിനേക്കാളും മുന്നേ അവർ ഓടിപ്പോയി, അവർ വേഗം പോയി സീറ്റ് പിടിക്കാൻ അവരുടെ ഫ്രണ്ടിൽ പോയി കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോയി ഇരുന്ന് ഞങ്ങളെല്ലാവരും കണ്ണാടി വെച്ച് ഓരോ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ. എന്നിട്ട് ഞങ്ങൾ എല്ലാവരുടെ ഫിലിമൊക്കെ ഫിലിമെല്ലാം കണ്ടു കഴിഞ്ഞു. നല്ല അടിപൊളി ഫിലിമായിരുന്നു കേട്ടോ. മക്കൾക്ക് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയാണ്. അപ്പം ഈവനിങ്ങിൽ ഞങ്ങൾ ഹെവി ഫുഡ് കഴിച്ചതാണ്. ഞങ്ങൾ വിചാരിച്ച് നൈറ്റ് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ദോശയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ മെറീന മാളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പം പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ കുറേ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ. താങ്ക്